ചോദ്യങ്ങളും ഉത്തരങ്ങളും. വെള്ളത്തിലിട്ടിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി തോന്നുന്നത് എന്തുകൊണ്ട്? പെൻസിൽ വളഞ്ഞതല്ല. ഇവിടെ നടക്കുന്നത് പ്രകാശത്തിന്റെ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിന്റെ പേരാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ വേഗതയിൽ മാറ്റം സംഭവിക്കുകയും സഞ്ചാരദിശ മാറുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് അപവർത്തനം. ഉദാഹരണത്തിന്, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ വേഗത കുറയുകയും അത് ദിശ മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്ന പെൻസിൽ വളഞ്ഞതായും വെള്ളത്തിൽ കിടക്കുന്ന വസ്തുക്കൾ യഥാർത്ഥ സ്ഥാനത്തേക്കാൾ മുകളിലായി തോന്നുന്നതിനും കാരണം. എങ്കിലിതാ നിങ്ങൾക്കുള്ള ചോദ്യം. വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക് പ്രകാശം കടക്കുമ്പോൾ സാധാരണയായി അത് ലംബരേഖയോട് കൂടുതൽ അടുക്കും. എന്നാൽ ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ, ലംബരേഖയോട് കൂടുതൽ അടുക്കും. ഓപ്ഷൻ ബി, ലംബരേഖയിൽ നിന്ന് അകലും. ഓപ്ഷൻ സി, അതേ ദിശയിൽ തന്നെ തുടരും. ഓപ്ഷൻ ഡി, പ്രകാശം അപ്രത്യക്ഷമാകും. ഏത് ഓപ്ഷനാണോ ശരി അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ അറിവ് ഇതോടെ അവസാനിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കൗതുകകരമായ അറിവുകൾക്കും പുത്തൻ അത്ഭുതങ്ങൾക്കുമായി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുവരേക്കും ബൈ.